ഇത് കണ്ടോ, എന്റെ ഹസ്ബൻഡ് ഹോങ്കോങ്ങിൽ പോയപ്പോ കൊണ്ടുവന്നതാ. ഇതുപോലെ ഒരു 6 എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പുള്ളിക്കാരന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. വീഡിയോ, ക്യാമറ, വാച്ച് ഇതിലൊക്കെയാണ് ക്രേസ്. ആ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് പാരീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു 6 കാസറ്റ് കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പ് വെച്ചൊന്നും കാണാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക. ബാബു, നിനക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഇല്ല മമ്മി, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ബൈ ബൈ. പെമ്പിള്ളേർക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനാ. എത്ര ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാമോ? പക്ഷെ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ. 3 മാസത്തിന് മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ അത് വേണ്ടാന്ന്. ഡാഡി കാറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഉടനെ വാങ്ങിച്ചു കൊടുത്തൊരു ഡോൾഫിൻ. അയ്യ, ബോസ്കോ ആൻഡ് കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ? അത് ഇന്നലെ തന്നെ അയച്ചു സാർ. ഗുഡ്. ഒരു ദുഃഖമുണ്ട് സാർ. എന്താ? യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ട് അല്ലേ? അതെ, അതിനാണോ ദുഃഖം? അല്ല സാർ, എന്റെ മകൻ ആദിശേഷനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അവനെ തിരിച്ചെടുക്കാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. പഠിക്കാഞ്ഞിട്ടില്ലേ സസ്പെൻഡ് ചെയ്തത്? അല്ല സാർ, അവൻ നന്നായി പഠിക്കും. പിന്നെ അവന്റെ കൂട്ടുകാർ എന്തോ വികൃതി കാണിച്ചു. പ്രിൻസിപ്പൽ അവനെയും ചേർത്ത് പിടിച്ചു. ലുക്ക് ഹിയർ അയ്യ, കുട്ടികളെ വളർത്താൻ പഠിക്കണം. കൂട്ടുകെട്ടാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. എന്റെ മകനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത്. ഇന്ന് വരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ളവരുടെ ഫ്രണ്ട് ആകാൻ പറയണം. Hey, look there. ഏയ്, മൈൻഡ് ചെയ്ത് പോകണോ? ബാബു ക്ലാസ്സിൽ പോകണല്ലേ? എടോ, അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാം. താൻ പൊയ്ക്കോ. ബാബു നോക്ക്.